നിക്ഷേപകരെയും ടൂറിസ്റ്റുകളെയും ആകർഷിക്കുന്ന വിധത്തിൽ വലിയ മാറ്റങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നത്. ഒമാൻ പ്രഖ്യാപിച്ച 10 വർഷത്തെ ഗോൾഡൻ വിസ ഇത്തരം ചുവടുവയ്പ്പുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നിലവിലുള്ള നിക്ഷേപകർക്ക് വലിയ ആത്മവിശ്വാസം ഈ 10 വർഷത്തെ ഗോൾഡൻ റെസിഡൻസി വിസ നൽകും. അതോടൊപ്പം തന്നെ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ നിന്നും കൂടുതൽ നിക്ഷേപകരെ ആകർഷിക്കാനും ഒമാന്റെ പുതിയ തീരുമാനം സഹായിക്കും. സെപ്റ്റംബർ 1 10 വർഷത്തെ ഗോൾഡൻ റെസിഡൻസി വിസ പദ്ധതിക്ക് ഒമാനിൽ തുടക്കമായത്. രാജ്യത്തിന്റെ വികസന ചരിത്രത്തിലെ നിർണായക തീരുമാനം. 2 ലക്ഷം ഒമാനി റിയാലോ അതിനു മുകളിലോ നിക്ഷേപം നടത്തുന്നവർക്കോ ആസ്തിയുള്ളവർക്കോ രാജ്യത്ത് 10 വർഷം താമസിക്കാം. ഇതാണ് പുതിയ മാറ്റത്തിന്റെ കാതൽ. ഇതോടൊപ്പം മറ്റ് നിരവധി ആനുകൂല്യങ്ങളുമുണ്ട്. ദീർഘകാല നിക്ഷേപങ്ങൾക്കും അതുപോലെ വിദേശ നിക്ഷേപങ്ങൾക്കും സ്കിൽഡ് പ്രൊഫഷണൽസിന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ 10 വർഷ കാലാവധിയുള്ള വിസ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇത് നിലവിൽ ഒമാനിലുള്ള ബിസിനസ്സുകാർക്കും അതുപോലെ തന്നെ സ്ഥിര താമസമാക്കാൻ താല്പര്യമുള്ളവർക്കും ഇന്ത്യയിലും വിദേശത്തുമുള്ള പ്രവാസികൾക്ക് നിക്ഷേപം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ അനുയോജ്യമായ ഒരു വിസയാണ്. 10 വർഷത്തേക്ക് വിസ കിട്ടുന്നതുകൊണ്ട് നിക്ഷേപകരെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ബിസിനസ്സുകാരെ സംബന്ധിച്ചോളം ദീർഘകാല അടിസ്ഥാനത്തിൽ അവർക്ക് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ആകർഷണം. 2 വർഷത്തോളമായി രാജ്യത്തുണ്ടായിരുന്ന ദീർഘകാല വിസ സംവിധാനം പരിഷ്കരിച്ചാണ് പുതിയ നയം നടപ്പാക്കുന്നത്. ദീർഘകാല റെസിഡൻസി വിസയ്ക്കുള്ള നിക്ഷേപത്തിന്റെ അല്ലെങ്കിൽ ആസ്തിയുടെ പരിധി കുറച്ചു എന്നതാണ് ഏറ്റവും പ്രധാനം. 5 ലക്ഷത്തിൽ നിന്നും 2 ലക്ഷം ഒമാനി റിയാലായാണ് തുക കുറച്ചത്. ഇതോടെ കൂടുതൽ പേർക്ക് ഇത്തരത്തിലുള്ള വിസ ലഭിക്കും. കഴിഞ്ഞ 2 വർഷമായിട്ട് ഒമാനിൽ 5 ഇയറും 10 ഇയറും നിലവിൽ ഉണ്ടായിരുന്നു. 2.5 ലക്ഷം ഒമാനി റിയാൽ അസറ്റ് ഉള്ളവർക്ക് 5 വർഷത്തെ വിസയും 5 ലക്ഷം ഒമാനി റിയാൽ അസറ്റ് ഉള്ളവർക്ക് 10 വർഷത്തെ വിസയുമായിരുന്നു ഒമാൻ ഗവൺമെന്റ് കൊടുത്തിരുന്നത്. ഈ നിയമത്തിൽ നിന്നും ഇൻവെസ്റ്റേഴ്സിന് ഒന്നുകൂടി മാർക്കറ്റിലോട്ട് ഒന്നുകൂടി ഒമാനിലോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ അസറ്റിൻ്റെ വാല്യൂ ടോട്ടൽ 5 ലക്ഷം ഒമാനി റിയാലിൽ നിന്നും വളരെ കുറച്ചുകൊണ്ട് 2 ലക്ഷം ഒമാനി റിയാൽ അസറ്റ് ഉള്ളവർക്കും 10 വർഷത്തെ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് പുതിയ അപ്ഡേറ്റ്സ്. ദീർഘകാല റെസിഡൻസി വിസയ്ക്കുള്ള കുറഞ്ഞ നിക്ഷേപം 2 ലക്ഷമാക്കിയതോടെ മലയാളികളടക്കം നിരവധി പേർക്ക് ഗോൾഡൻ വിസ ലഭിക്കും. ഇവർക്ക് സ്പോൺസർ ഇല്ലാതെ ബിസിനസ് നടത്താം. ഒമാന്റെ റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ടൂറിസം രംഗത്തും വലിയ ചലനം ഇതിലൂടെ ഉണ്ടാകുമെന്നതിൽ തർക്കമില്ല. ഇതിന്റെ പ്രത്യേകത വിദേശ രാജ്യത്ത് സ്പോൺസർ അല്ലെങ്കിൽ ഒരു എംപ്ലോയറുടെ സഹായമില്ലാതെ തന്നെ മോസ്റ്റ് കോസ്റ്റ് എഫക്റ്റീവായ രീതിയിൽ ബിസിനസ് സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുവാൻ സഹായിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ടൂറിസം മേഖലയാണെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഒമാനിൽ. ആ മേഖലയിൽ ITCക്ക് പുറമെ കൂടുതൽ ഫ്രീ സോൺ മേഖലകളിൽ റിയൽ എസ്റ്റേറ്റ് സ്ഥാപനങ്ങൾ സ്വന്തമായി താമസിക്കാനുള്ള അപ്പാർട്ട്മെൻറ്റുകൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും സുഗമമായ റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ നടത്തുന്നതിനുമുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും മികച്ചുള്ള പ്രത്യേകതയായിട്ട് കാണേണ്ടത്. 7 മാനദണ്ഡങ്ങളാണ് ഗോൾഡൻ വിസ ലഭിക്കാൻ പ്രധാനമായും വേണ്ടത്. 2 ലക്ഷം ഒമാനി റിയാൽ ആസ്തി എന്നതു തന്നെയാണ് ഏറ്റവും പ്രധാനം. 50-ലധികം ഒമാനികൾക്ക് ജോലി നൽകുന്ന കമ്പനി ഉടമകൾക്കും ദീർഘകാല താമസ വിസ ലഭിക്കും. 7 മാർഗങ്ങളിൽ കൂടി നമുക്ക് ഒമാൻ ഗോൾഡൻ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അതിൽ ഒന്നാമത്തേത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരിൽ ഈവൻ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അൽമോജ് ICT പ്രൊജക്റ്റുകളിലും ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പല ഇൻവെസ്റ്റേഴ്സ് ഒമാനിലുണ്ട്. അവർക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. രണ്ടാമത് 2 ലക്ഷം ഒമാനി റിയാൽ അസറ്റുള്ള കമ്പനിയെ സ്ഥാപിക്കൽ. മൂന്നാമത് സർക്കാർ വികസന ബോണ്ടുകളിൽ ഗവൺമെന്റ് ബോണ്ടുകളിലുള്ള 2 ലക്ഷം റിയാലിന്റെ ഇൻവെസ്റ്റ്മെന്റ്. അടുത്തതാണ് സ്ഥിര ബാങ്ക് ഡെപ്പോസിറ്റ് FD ഡെപ്പോസിറ്റ്. 2 ലക്ഷം റിയാലിന്റെ FD ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് 10 ഇയർ വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. അടുത്തത് നമ്മുടെ നിലവിലുള്ള ഒമാനി കമ്പനിയിൽ 50 ഒമാനി സ്റ്റാഫിന് ജോലി നൽകുക എന്നുള്ളതാണ്. അടുത്തത് ഓഹരികളിൽ സെക്യൂരിറ്റീസ് വാങ്ങുക എന്നുള്ളതാണ്. ഒമാനിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിന് പുറത്തുനിന്നുമുള്ള പ്രവാസികൾക്കും ഇതൊരവസരമാണ്. മാത്രമല്ല ടൂറിസം അടക്കം വിവിധ മേഖലകളിൽ വലിയ കുതിപ്പിനാണ് ഇപ്പോൾ ഒമാൻ സാക്ഷിയാകുന്നത്. ചരക്ക് യാത്രാ ട്രെയിൻ കൂടി ഓടിത്തുടങ്ങുന്നതോടെ സാമ്പത്തിക രംഗം ആകെ മാറും. ലോജിസ്റ്റിക്, വൻകിട വ്യവസായം, ഊർജം തുടങ്ങി എല്ലാ മേഖലകളിലും ഒമാനിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ഒമാനെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ വരും കാലങ്ങളിൽ ധാരാളം അവസരങ്ങളാണ് ഒമാനിൽ ഉള്ളത്. പ്രത്യേകിച്ച് ടൂറിസം, ഡിജിറ്റൽ ടെക്നോളജി,
മൈനിങ്, ഫിഷിംഗ്, റിന്യൂവബിൾ എനർജി, റിയൽ എസ്റ്റേറ്റ് തുടങ്ങിയ മേഖലകളിൽ ധാരാളം അവസരങ്ങൾ വരും കാലങ്ങളിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും നിക്ഷേപകർക്ക് ഈ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു സുവർണ അവസരമാണിത്. ഏകീകൃത ടൂറിസ്റ്റ് വിസയാണ് ഗൾഫ് രാജ്യങ്ങൾ ഇപ്പോൾ കാത്തിരിക്കുന്നത്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ഒമാന്റെ ടൂറിസം രംഗത്ത് ഇതുവരെ കാണാത്ത മാറ്റങ്ങളാകും ഉണ്ടാകുക. വിദ്യാഭ്യാസ രംഗവും വ്യോമയാന രംഗവും എഞ്ചിനീയറിംഗ് മേഖലയും വലിയ കുതിപ്പിന് സാക്ഷിയാകും. ദീർഘകാല വിസ ലഭിക്കുന്നതോടെ പ്രവാസികൾക്കും ആശങ്കയില്ലാതെ നിക്ഷേപം നടത്താനും ദീർഘകാലം ഒമാനിൽ കുടുംബത്തോടൊപ്പം താമസിക്കാനും കഴിയും. വിമാനത്താവളങ്ങളിലും അതിർത്തികളിലും ലഭിക്കുന്ന പ്രത്യേക പരിഗണന ഗോൾഡൻ വിസ ഉടമകൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും.